സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും പൊളിറ്റിക്സിലേക്ക് വരികയാണ്. വലിയ ട്വിസ്റ്റാണ് കേരളത്തിൽ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും. പത്മജ വേണുഗോപാൽ പെട്ടിയെടുത്തു കഴിഞ്ഞു. നേരെ പാലക്കാട്ടേക്ക് വിടുകയാണ്. ഇനി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ നിന്നൊക്കെ ഒരു 5-6 മാസം ഉള്ളതുകൊണ്ട് രാജിവെച്ചിട്ട് ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസ് എടുത്തു, സെൻട്രൽ കമ്മീഷൻ കേസ് എടുക്കുന്നു, ഇനി ഇൻകം ടാക്സ് എടുക്കും, പലരും എടുക്കുന്ന പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പാവപ്പെട്ട ഊരി വന്നാൽ, എല്ലാം കറക്റ്റ് അഗ്നിശുദ്ധിയൊക്കെ വരുത്തി വന്നാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ സീറ്റ് കൊടുക്കുമായിരിക്കും. എന്നാൽ പത്മജയുടെ കാര്യം രക്ഷപ്പെട്ടു. കാരണം കൃത്യമായി പത്മജ നിന്നാൽ വളരെ കൃത്യമായി പത്മജ ജയിക്കും. അല്ലെങ്കിലും പാലക്കാട് പത്മജ വേണുഗോപാലിനെ നിർത്തിയാൽ കോൺഗ്രസ്സുകാരിൽ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യും എന്നുള്ള രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനും ഒരു പണി കൊടുക്കണം. കാരണം ഈ സ്ത്രീ വിഷയങ്ങളിലായാലും സാമ്പത്തികം ഉണ്ടാക്കുന്ന വിഷയങ്ങളിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മൗനമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു തോന്നൽ പാലക്കാടൻ മണ്ണിൽ വന്നിട്ടുണ്ട്, കാറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പാലക്കാട്ടേക്ക് പോവുകയാണ് ആര്? നമ്മുടെ പത്മജ വേണുഗോപാൽ. അവിടെ BJPക്കാർക്ക് വലിയ ഭൂരിപക്ഷമുള്ളതാണ്. ശിവരാജനും വലിയ കൃഷ്ണകുമാറും ഒക്കെ ഉള്ള വലിയ സംഘമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്, പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. വലിയ സേ ഉള്ളതാണ്. അവിടെ ഒരു വനിത പോയാൽ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കും. അങ്ങനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. പത്മേച്ചി വരൂ, നമുക്കിവിടെ നിൽക്കൂ, ഇനി ഒരു പണി കൂടി നമുക്ക് ഇവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ വിളി കേട്ടുകൊണ്ട് പത്മജ വേണുഗോപാൽ പാലക്കാട്ടേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എങ്കിൽ നമുക്കിതാ വീണ്ടും ഒരു വനിതാ MLA പാലക്കാട് നിന്നുണ്ടാകുന്നു. പത്മജ വേണുഗോപാൽ MLA. ഇപ്പോൾ ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ പറയുന്ന വാചകങ്ങൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ലീഡറായിട്ടുള്ള K കരുണാകരൻ്റെ മകളുടെ ശബ്ദം, K മുരളീധരൻ്റെ നമ്മൾ കേട്ടതാണ്, മകളുടെ ശബ്ദം കേരള അസംബ്ലിയിൽ കേൾക്കാം. ഇനി എവിടെയെങ്കിലും നിന്ന് K മുരളീധരൻ കൂടെ ജയിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. സഹോദരനും സഹോദരിയും കൂടി നല്ല ഫൈറ്റായിരിക്കും അസംബ്ലിയിൽ. അങ്ങനെ ഒരു അസംബ്ലി നമ്മൾ സ്വപ്നം കണ്ടു നോക്കൂ. ഒരിടത്തുനിന്ന് K മുരളീധരൻ ജയിക്കുന്നു, മറ്റു സ്ഥലത്ത് നിന്ന് പത്മജ വേണുഗോപാൽ ജയിക്കുന്നു. നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും കേരള നിയമസഭയിലേക്ക് പത്മജ വേണുഗോപാൽ ഉടുപ്പടിക്കുന്നു. സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഉടുപ്പടിക്കുന്നത് നമ്മൾ പറയുന്നതല്ല, സാരി വാങ്ങിയിട്ടുണ്ട്. അത് പാലക്കാട് കണ്ണു വച്ചുകൊണ്ടാണ്. പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ആഹ്ലാദത്തിലാണ്. പത്മജ ചേച്ചി പാലക്കാട്ടേക്ക്